കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ ടി വി തുറന്നാലും പത്രം എടുത്ത് നോക്കിയാലും സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാലും കേൾക്കുന്നത് ഒരേ ഒരു പേരാണ്: അർജുൻ ആയങ്കി. പോലീസിനെ അയാൾ വെല്ലുവിളിക്കുന്നു. ഒളിവിലിരുന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലൈവുകളും പോസ്റ്റുകളും ഇടുന്നു. അയാളെ പിടിക്കാൻ പോലീസ് നാട് മുഴുവൻ പാഞ്ഞു നടക്കുന്നു. ഇങ്ങനെ ഒരു സിനിമാറ്റിക് ത്രില്ലർ ശൈലിയിലാണ് മാധ്യമങ്ങൾ ഈ വാർത്ത കഴിഞ്ഞ ദിവസം വരെ ആഘോഷിച്ചിരുന്നത്. ഇപ്പോഴിതാ പുതിയ വാർത്ത കൂടി എത്തിയിരിക്കുന്നു: അർജുൻ ആയങ്കി പിടിയിലായിരിക്കുന്നു. എന്നാൽ ഈ കോലാഹലങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ നമ്മൾ തികച്ചും ലളിതമായി ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. എന്തിനാണ് ഈ ഒരു വ്യക്തിക്ക് ഇത്രമാത്രം മാധ്യമ ശ്രദ്ധ നൽകുന്നത്? അയാൾ ചെയ്ത കുറ്റങ്ങൾ നിസ്സാരമാണോ? അല്ല. പക്ഷേ അയാളുടെ വാർത്തകൾക്ക് നൽകുന്ന ഈ അമിത പ്രാധാന്യത്തിന് പിന്നിൽ ഭരണകൂടത്തിനും ചില മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കൃത്യമായ അജണ്ടകളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കാം: ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്കോ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളെ സ്നേഹിക്കുന്നവർക്കോ അർജുൻ ആയങ്കി എന്ന വ്യക്തിയോട് ഒരു തരിമ്പ് പോലും സഹതാപമോ അനുഭാവമോ ഇല്ല. കേട്ടത് വച്ച് നോക്കുമ്പോൾ അയാൾ ചെയ്തത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം തട്ടിയെടുക്കുക, കൊട്ടേഷൻ പണികൾ നടത്തുക, ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളെയും ന്യായീകരിക്കാൻ കഴിയില്ല. ഇയാൾ നിയമത്തിൻ്റെ മുന്നിൽ വരണം, വിചാരണ നേരിടണം. തെറ്റുകാരനാണെങ്കിൽ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ഇയാൾക്ക് ലഭിക്കുകയും വേണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇനി നമുക്ക് ഏറ്റവും നിർണായകമായ ഒരു നിയമപ്രശ്നത്തിലേക്ക് വരാം. ഒരു സാധാരണക്കാരൻ്റെ സാമാന്യ ബുദ്ധിക്ക് മുന്നിൽ ഭരണകൂടം ഉത്തരം പറയേണ്ട ഒരു ചോദ്യം: അർജുൻ ആയങ്കി ചെയ്ത കുറ്റമാണോ അതോ RSS സഹയാത്രികനായ TG മോഹൻദാസ് ചെയ്ത കുറ്റമാണോ സമൂഹത്തിന് കൂടുതൽ അപകടകരം? അർജുൻ ആയങ്കി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. ഇത് തീർച്ചയായും വലിയൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്, അതിൽ തർക്കമില്ല. എന്നാൽ TG മോഹൻദാസ് ചെയ്തതെന്താണ്? ജന്തർ മന്ദറിൽ തങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടി സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികളെ, പെൺകുട്ടികളെ പോലും വെടിവെച്ച് കൊല്ലണമെന്നാണ് അയാൾ ആഹ്വാനം ചെയ്തത്. മരിച്ചവരുടെ ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പരസ്യമായി യൂട്യൂബിലൂടെ ആക്രോശിച്ചു. ഇത് വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് സമൂഹത്തിൽ വലിയൊരു കൂട്ടക്കുരുതിക്ക് കോപ്പുകൂട്ടുന്ന കൃത്യമായ അജണ്ടകളുള്ള കലാപാഹ്വാനമാണ്. ഇതൊരു ആധികാരികമായ സത്യമാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. 2020 ഡൽഹി കലാപം എങ്ങനെയാണ് ആരംഭിച്ചതെന്ന് ഓർമ്മയുണ്ടോ? തെരുവുകളിൽ ആയുധങ്ങൾ നിരക്കുന്നതിന് മുൻപ് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ചിലർ പരസ്യമായി നടത്തിയ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളാണ് ഡൽഹി നഗരത്തെ കത്തിച്ചാമ്പലാക്കിച്ചത്. വാക്കുകൾക്ക് നഗരങ്ങളെ കത്തിക്കാൻ കഴിയുമെന്ന് കണ്ടതുകൊണ്ടാണ് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ പരാതി ലഭിച്ചില്ലെങ്കിൽ പോലും പോലീസ് സ്വമേധയാ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് സുപ്രീം കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒരു തെരുവ് ഗുണ്ടയുടെ ഭീഷണിയേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് അപകടകരമാണ് ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെ പിൻബലമുള്ള നേതാവ് പരസ്യമായി നടത്തുന്ന ഇത്തരം കൂട്ടക്കൊലയ്ക്കുള്ള ആഹ്വാനങ്ങൾ. അത് സമൂഹത്തിൽ ഭീതി വിതയ്ക്കുകയും നിയമം കയ്യിലെടുക്കാൻ തീവ്രവാദ സംഘങ്ങൾക്ക് ഊർജം നൽകുകയും ചെയ്യും. നിയമത്തിൻ്റെ കണ്ണിലും ഇത് അത്യന്തം ഗൗരവമേറിയതാണ്. TG മോഹൻദാസിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ 192, 353 വകുപ്പുകൾ പ്രകാരം കലാപമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനം സൃഷ്ടിച്ചതിനാണ് പോലീസ് FIR ഇട്ടിരിക്കുന്നത്. സ്ത്രീകളെ അതിനിഷ്ഠൂരമായി അധിക്ഷേപിച്ചതിന് IT ആക്ടും ചുമത്തിയിട്ടുണ്ട്. വ്യക്തമായ ഡിജിറ്റൽ തെളിവുകൾ ലോകം മുഴുവൻ കണ്ടതാണ്. എന്നിട്ടും എന്താണ് സംഭവിച്ചത്? അർജുൻ ആയങ്കിയെ പിടിക്കാൻ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ സിനിമയെ വെല്ലുന്ന തെരച്ചിൽ നടത്തുന്ന, അയാളുടെ കൂട്ടുകാരെ മുഴുവൻ അരിച്ചു പെറുക്കി കസ്റ്റഡിയിലെടുക്കുന്ന കേരള പോലീസ് സംഘിയായ TG മോഹൻദാസിൻ്റെ വീട്ടുപടിക്കൽ പോലും പോയിട്ടില്ല. ഇയാളെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രി നിസ്സഹായനായി കൈ മലർത്തുന്നത് നമ്മൾ കണ്ടു. ഇവിടെയാണ് ഭരണകൂടത്തിൻ്റെ ഇരട്ടത്താപ്പിൻ്റെ യഥാർത്ഥ മുഖം അനാവരണം ചെയ്യപ്പെടുന്നത്. സ്വന്തം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കും വോട്ടു ബാങ്കുകൾക്കും കോട്ടം തട്ടില്ലെങ്കിൽ ഏത് തെരുവുകുണ്ടയെയും പോലീസ് വേട്ടയാടും. അത് കോൺഗ്രസിനും UDFനും വലിയ ആഘോഷവുമാകും. എന്നാൽ ഭരണഘടനയെ വെല്ലുവിളിക്കുകയും കുട്ടികളെ കൂട്ടക്കൊല ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഒരു തീവ്ര വലതുപക്ഷ നേതാവിനെ തൊടാൻ ഈ സിസ്റ്റത്തിന് ഭയമാണ്. അയാൾക്ക് ഈ നാട്ടിൽ VVIP പരിരക്ഷയാണ്. അർജുൻ ആയങ്കി ശിക്ഷിക്കപ്പെടണം. എന്നാൽ അതിനേക്കാൾ വലിയ തീവ്രവാദവും കലാപാഹ്വാനവും നടത്തിയ TG മോഹൻദാസ് നിയമത്തിന് അതീതനായി വിലസുമ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ ഈ തിരക്കഥകൾക്ക് നമ്മൾ കൈയടിക്കണോ അതോ പുച്ഛിച്ചു തള്ളണോ എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അർജുൻ ആയങ്കിയെ കണ്ടാലുടൻ വെടിവയ്ക്കാൻ ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടു. സിനിമയെപ്പോലും വെല്ലുന്ന രീതിയിലായിരുന്നു ഈ വാർത്തയുടെ പ്രചരണം. പ്രത്യേകിച്ചും കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളും UDF അനുകൂല പ്രൊഫൈലുകളും ഇത് ആഘോഷമാക്കി മാറ്റാൻ മത്സരിച്ചു. ഭരണകൂടം വീണ്ടും മാസ് കാണിക്കുന്നു, യോഗി ആദിത്യനാഥിൻ്റെ എൻകൗണ്ടർ മോഡൽ കേരളത്തിനും വരുന്നു എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു പോസ്റ്റുകൾ.
ആഭ്യന്തര വകുപ്പിൻ്റെയും പോലീസിൻ്റെയും വീരസ്യം വാഴ്ത്തിപ്പാടാൻ അവർ കിണഞ്ഞു ശ്രമിച്ചു. എന്നാൽ ഈ ആഘോഷങ്ങളുടെ ആയുസ് മണിക്കൂറുകൾ മാത്രമായിരുന്നു. വാർത്ത വലിയ വിവാദമായതോടെ സാക്ഷാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അത് നിഷേധിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ഉത്തരവ് ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടില്ല എന്ന് മന്ത്രിക്ക് പരസ്യമായി തിരുത്തേണ്ടി വന്നു. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എവിടെ നിന്നാണ് ഈ വെടിവെപ്പ് വാർത്ത വന്നത്? ആരാണ് ഇത്തരമൊരു വ്യാജ വാർത്ത മാധ്യമങ്ങൾക്ക് നൽകിയത്? ഇപ്പോൾ അർജുൻ പോലീസ് പിടിയിലായെങ്കിലും ആ സമയത്ത് പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിച്ച് നടക്കുന്ന ഒരാളെ പിടികൂടാനാവാതെ പകച്ചു നിൽക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ മുഖം രക്ഷിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അർജുനായങ്കിയെ പിടികൂടുക എന്നത് കോൺഗ്രസ് സർക്കാരിൻ്റെ വലിയൊരു അഭിമാന പ്രശ്നമാണ്. പക്ഷേ പോലീസിന് അതിന് കഴിയാതെ വന്നപ്പോൾ ആഭ്യന്തര വകുപ്പിന് ഒരു സിംഹവീര്യം വരുത്തി തീർക്കാൻ കോൺഗ്രസ് സൈബർ കേന്ദ്രങ്ങൾ പടച്ചുവിട്ട ഒരു ആസൂത്രിത നുണയായിരുന്നു ഈ വാർത്ത എന്ന് മനസ്സിലാകും. പിന്നീട് മന്ത്രി തന്നെ അത് തള്ളിക്കളഞ്ഞതോടെ അവരുടെ ആസൂത്രണം പൊളിയുകയായിരുന്നു. ഇനി മറ്റൊരു കാര്യം, അർജുൻ ആയങ്കിയുടെ പിറകെ മാധ്യമങ്ങളും സമൂഹവും കണ്ണും പൂട്ടി പാഞ്ഞപ്പോൾ ഇതിൻ്റെ മറവിൽ ജനങ്ങളെ ബാധിക്കുന്ന എത്രയോ ഗുരുതരമായ തീരുമാനങ്ങളാണ് നിശബ്ദമായി നടപ്പിലാക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? സംസ്ഥാനത്തെ പാവപ്പെട്ട വയോജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും നൽകുന്ന ക്ഷേമ പെൻഷൻ ഇനി മുതൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമേ നൽകൂ എന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. സഹകരണ ബാങ്കുകൾ വഴിയും ഏജന്റുമാർ വഴിയും വീട്ടിലെത്തിച്ചിരുന്ന പെൻഷൻ തടസ്സപ്പെടുത്തി പാവപ്പെട്ട വയോധികരെ ബാങ്ക് ക്യൂവിൽ നിർത്തി വലയ്ക്കുന്ന ഈ ജനദ്രോഹ നടപടി എവിടെയെങ്കിലും വലിയ ചർച്ചയായതായി നിങ്ങൾ കണ്ടോ? ഇല്ല. കാരണം എല്ലാവരും ആയങ്കിയുടെ ഫേസ്ബുക്ക് വാർത്ത വായിക്കുന്ന തിരക്കിലായിരുന്നു. സ്കൂളുകളിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ വന്ദേമാതരത്തിൻ്റെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി പൂർണ്ണമായി ആലപിക്കണമെന്ന് നിർബന്ധമാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. പൂർണ്ണമായി ആലപിക്കുന്നതിൽ നിന്ന് ഒഴിവാകാൻ വ്യവസ്ഥയുണ്ടെന്ന് സാക്ഷാൽ കേന്ദ്ര സർക്കാർ തന്നെ സഭയിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണിത്. എന്നിട്ടും സംഘപരിവാർ പ്രീണനത്തിനായി ഈ ഉത്തരവ് ഇറക്കാൻ സർക്കാർ കാണിച്ച ധൃതി സംശയിക്കേണ്ടത് തന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വിവാദപരമായ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഈ ആഭ്യന്തര വിദ്യാഭ്യാസ വകുപ്പുകൾ കാണിക്കുന്ന വ്യഗ്രത ആരെ സുഖിപ്പിക്കാനാണ്? മതേതരത്വം പ്രസംഗിക്കുകയും പ്രയോഗത്തിൽ കേന്ദ്രത്തിൻ്റെ സംഘപരിവാർ നയങ്ങൾക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുകയും ചെയ്യുന്ന സമീപനമാണിത്. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്താണെന്നറിയാവോ? സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് മഞ്ചേശ്വരം ഉപജില്ലയിലെ LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഫ്രീഡം ക്യൂസ് 2026 മത്സരത്തിൽ ചോദിച്ച ഒരു ചോദ്യം നോക്കുക. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഇതായിരുന്നു ടൈ ബ്രേക്കർ ചോദ്യം. അധ്യാപകർക്ക് നൽകിയ ഉത്തരസൂചികയിൽ ഇതിൻ്റെ ഉത്തരമായി നൽകിയിരുന്നത് VD സവർക്കർ എന്നാണ്. സംഘപരിവാർ ആഭിമുഖ്യമുള്ള ഒരു അധ്യാപക സംഘടനയുടെ നേതാവ് തയ്യാറാക്കിയ ഈ ചോദ്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിലെ AEO വഴിയാണ് എല്ലാ സ്കൂളുകളിലേക്കും ഔദ്യോഗികമായി നൽകിയത്. ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തു വന്ന സവർക്കറെ പിഞ്ചു കുട്ടികളുടെ മനസ്സിൽ മഹാത്മാഗാന്ധിക്കും ഭഗത് സിംഗിനും മുകളിൽ പ്രതിഷ്ഠിക്കാൻ ഈ സർക്കാർ ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അർജുൻ ആയങ്കി വാർത്തകളിൽ ഈ സവർക്കർ വൽക്കരണം ആരും കണ്ണിലെന്ന് നടിച്ചു. ഇതിനൊക്കെ തൊട്ടു മുൻപ് ഗുണ്ട ആക്ട് പ്രകാരം തടവിൽ കഴിയുന്ന തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ കുറ്റവാളി സുഗതന് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനും അത് കഴിഞ്ഞ് നഗരസഭാ കൗൺസിലറായി തുടരാനും വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ഈ ആഭ്യന്തര വകുപ്പാണ്. നമുക്ക് രണ്ട് കാര്യങ്ങളിൽ വ്യക്തമായ നിലപാടുണ്ട്. അർജുൻ ആയങ്കി എന്ന വ്യക്തി കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. 2, അതേ നിയമം അതേ വീര്യത്തോടെ TG മോഹൻദാസിനും ബാധകമാകണം. ജന്തർ മന്ദറിലെ പെൺകുട്ടികളെ അധിക്ഷേപിക്കുകയും വെടിവെച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത RSS നേതാവും ജയിലിൽ കിടക്കണം. അതല്ലാതെ ഒരുവനെ പിടിക്കാൻ പടക്കപ്പലുകൾ ഇറക്കുകയും യഥാർത്ഥത്തിൽ വിഷം ചീറ്റുന്നവന് സല്യൂട്ടടിച്ച് വഴിമാറിക്കൊടുക്കുകയും ചെയ്ത ഇരട്ട നീതി ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ഭരണകൂടത്തിൻ്റെ വീഴ്ചകളും കാവ്യവൽക്കരണ അജണ്ടകളും ആയങ്കി എന്ന പുകമറയ്ക്ക് പിന്നിൽ ഒളിച്ചുവയ്ക്കാൻ അനുവദിക്കരുത്. കാണാൻ പോകുന്ന പൂരത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. ഈ രാഷ്ട്രീയ നാടകങ്ങൾ കാണുന്ന സാധാരണ ജനങ്ങൾ കൃത്യമായ സമയത്ത് തങ്ങളുടെ മറുപടി നൽകുക തന്നെ ചെയ്യും എന്നു തന്നെയാണ് പ്രതീക്ഷ.